ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞു വരാൻ കാരണം എന്താ വെച്ചാൽ ആ വീഡിയോയിലുള്ള ആ മനുഷ്യന് ഇന്നലെ രാത്രി സൂസൈഡ് ചെയ്തു. പുള്ളി കോഴിക്കോടുള്ളതാണ്, നമുക്കൊരു മെൻസുവെയർ ഉള്ളതാണ്. അപ്പൊ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിന്റെ എക്സിക്യൂട്ടീവ് ആണ്. ഒരു അയ്യവാവും മനുഷ്യനാണ്. പുള്ളി ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം തൂങ്ങി. സിസ്റ്ററിന്റെ ഹസ്ബൻഡൊക്കെ ഇപ്പൊ അവരെ വീട്ടിലാണുള്ളത്. അവര് എന്തായാലും സൂയിസൈഡ് ചെയ്തൊക്കെയാണ് ഫാനിൽ ഹാങ് ചെയ്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതൊന്നും വീട്ടിൽ നിന്ന് ബോഡി എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെ പോലീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കോഴിക്കോടാണ് വീട്, മീൻചന്ത ആ ഒരു ഏരിയയിലാണ്. ആക്ച്വലി ഞങ്ങൾക്കൊക്കെ പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ഒരു മോന് മാത്രമേ ഉള്ളൂ ഒരു വീട്ടിൽ. അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണ നമ്മള് പേഴ്സണലി അറിയുന്ന ആളാണ്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മൂപ്പരടുത്തുനിന്ന് വരൂല. അത് മൂപ്പരിക്ക് എന്തോ താങ്ങാൻ പറ്റില്ല. രാത്രിയിൽ പോലും അളിയൻ ഈ വിഷയത്തെ കുറിച്ച് മൂപ്പരോട് നല്ലോണം സംസാരിച്ചതാണ്. ആ കുട്ടി ഇന്നലെ പോസ്റ്റ് ചെയ്ത ആ വീഡിയോയിൽ ആ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് യാതൊരു ബാഡ് ആയിട്ടുള്ള ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി ഓക്കെ, അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യുന്നില്ല? ആ ഒരു സമയത്ത് റിയാക്ട് ചെയ്ത് നിങ്ങൾ വിചാരിച്ച സംഭവം കിട്ടില്ലല്ലോ. കാരണം വീഡിയോ റീച്ച് ആക്കാനുള്ള വേണ്ടത് അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിന് മണികൾ കാട്ടിക്കൂട്ടിയപ്പോ ആ മനുഷ്യന് ജീവിതം അല്ലാതെ ആ മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ ഫാമിലി അവരെ കണ്ണീരിനൊക്കെ നിങ്ങൾ എന്ത് ഉത്തരം കൊടുക്കും? എനിക്ക് ഉമ്മമാരോട് പെങ്ങന്മാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യുക. അതിന് വേണ്ട നടപടി ക്രമങ്ങൾ എടുക്കുക. അല്ലാണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് റീച്ചിനും വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടല്ല വേണ്ടത്.